ഹലോ, വെൽക്കം ടു മൈ ചാനൽ സംടൈം സിംപ്ലി കുക്കിംഗ്. ഇന്ന് നമ്മൾ തേങ്ങ അരച്ച ഒരു ഉണക്കമീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂടെ തന്നെ നമ്മുടെ അടുത്തുള്ളൊരു പള്ളിയിലത്തെ കുറച്ച് കാഴ്ചകളും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കറിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ. ഇത് ഒരു മുറി തേങ്ങ ഞാനിവിടെ അരച്ച് വെച്ചേക്കുന്നതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി, പിന്നെ 2 തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്നുണ്ട്, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില. ഇത് ഉണക്ക സ്രാവാണ്. ഇതുപോലെ വലിയ പീസായിട്ട് മുറിച്ച് മേടിച്ചതാണ്. ഇത് നമുക്ക് ചെറുതായി കിട്ടിയതെങ്കിൽ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഉണ്ടായത്. ഇത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് നമുക്ക് നേരിട്ട് എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം. തക്കാളി അരിഞ്ഞത്, കൂടെ തന്നെ പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞത് കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങ നല്ലതുപോലെ അരയണം. തേങ്ങയുടെ അധികം തേങ്ങ പീരിയൊന്നുമില്ലാതെ നല്ലതുപോലെ അരച്ചെടുക്കണം. പിന്നെ കൂടെ തന്നെ വാളംപുളി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കുടംപുളി യൂസ് ചെയ്യാം. ഇത് രണ്ടായാലും കുഴപ്പമില്ല. കറി ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈ വെച്ച് നല്ലതുപോലെ ആ മീനും ഈ കഷ്ണവും പച്ചമുളകും ഇഞ്ചിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ കൈ വെച്ച് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക. ഇപ്പം നമ്മൾ ഉപ്പിടുന്നില്ല, ഉണക്കമീനായതുകൊണ്ട് അല്പം കഴിഞ്ഞ് ഉപ്പിട്ടാൽ മതി. ഒന്ന് തിളയൊക്കെ വന്നു കഴിയുമ്പോഴാണ് ആ കറിയിലേക്ക് ആ ഉണക്കമീനിൻ്റെ ഉപ്പൊക്കെ നല്ലോണം വരിക. നമ്മളിവിടെ വിറകടുപ്പിലാണ് വെക്കുന്നത്. ഇനി നമുക്ക് ഈ കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഉണക്കമീൻ കറി ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഈ തിളയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഉപ്പ് നോക്കാം, എരിവ് നോക്കാം. ആവശ്യമാണെങ്കിൽ ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. ശരിക്കും ഒരു ഉണക്കമീൻ കറി മാത്രം മതിയല്ലേ വയറ് നിറച്ച് ചോറുണ്ണാൻ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഇതുപോലെ ചതച്ചത്, അല്ലെങ്കിൽ നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ അരച്ചാലും മതിയാവും. അപ്പോൾ ഇത് ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ഫ്ലേവറൊക്കെ ചേർക്കുന്നത്. അപ്പം നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കറിയൊക്കെ തിളച്ച് തൂവിപ്പോവാതെ ഇതുപോലെ എടുക്കണം. തിളച്ച് തൂവിപ്പോയാൽ കറിയുടെ ടേസ്റ്റൊക്കെ നഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയ ഒരു ഉണക്കമീൻ കറിയാണ്. വളരെ സിമ്പിളുമാണ്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അധികം സമയം ആവശ്യമില്ല. മെയിനായിട്ട് അതാണല്ലോ നമുക്ക് വേണ്ടത്. അധികം സമയമില്ലാതെ കറികളൊക്കെ റെഡിയാക്കിയെടുക്കണം. അടുക്കളയിലൊക്കെ അധികം സമയം ചിലവഴിക്കാൻ പറ്റാത്ത വീട്ടമ്മമാർക്ക് പറ്റിയൊരു കറിയാണിത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇനി നമുക്ക് പള്ളിപ്പെരുന്നാളിന് പോയാലോ. നമ്മുടെ ഇവിടെ അടുത്തുണ്ടായ ഒരു പള്ളിപ്പെരുന്നാളാണ് കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇഷ്ടമല്ലാത്തവർ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി കേട്ടോ. കൂടെ നല്ല മഴയും. അപ്പോൾ നമ്മളൊന്ന് പള്ളിയിലോട്ടൊക്കെ കയറി അവിടെയൊക്കെ ഒന്ന് കറങ്ങി കൊച്ചുങ്ങളെയൊക്കെ ഒന്ന് പള്ളിയൊക്കെ കാണിച്ച് ഞങ്ങളവിടെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഫുഡൊക്കെ ബൊഫേ ആയിരുന്നു. ഞങ്ങൾ അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വരാന്തയിൽ പള്ളിയുടെ വരാന്തയിലോട്ടിരുന്ന് അവിടുന്ന് കഴിക്കുകയാണ് ചെയ്തത്. സാമ്പാറും അവിയലും പിന്നെ തോരനും പിന്നെ ഒരു അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെജിറ്റേറിയൻ സദ്യ ആയിരുന്നു. 2 ദിവസം ഉണ്ടായി പള്ളിപ്പെരുന്നാൾ. ഫസ്റ്റ് ഡേ വെജ് രാത്രിയിലും ഉച്ചയ്ക്ക് നോൺ വെജും ഉണ്ടായി കേട്ടോ. പിന്നെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി. അവിടെ അടുത്തൊരു ഇതുണ്ടായിരുന്നു, ചന്ത. നമ്മുടെ അമ്പലപ്പറങ്ങളും പള്ളിപ്പെരുന്നാളിനൊക്കെ ഉണ്ടാകുന്ന ചെറിയ കടകളില്ലേ, ചന്ത. ഇപ്പം നമുക്ക് കൊറോണ ആയതുകൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടേക്കുവാണല്ലോ.
അപ്പോൾ അവിടെയൊക്കെ നമ്മളൊന്ന് കയറി ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ട്, പിള്ളേർക്കൊക്കെ ഭയങ്കര കാര്യമായിരിക്കുമല്ലോ ഇതൊക്കെ കാണുന്നതും ഇവിടുന്ന് എന്തൊക്കെ മേടിക്കുന്നതും. അത്ര നല്ല സാധനം അല്ലാന്ന് പറഞ്ഞാലും അവർക്ക് ഭയങ്കര കാര്യമായിരിക്കും ഇവിടുന്ന് എന്തൊരു സാധനം മേടിച്ച് കഴിഞ്ഞാലും. ഈ കുപ്പിവളകൾ എന്തൊരു ഭംഗിയാണെന്നറിയോ. കുപ്പിവളകളുണ്ടായി, അല്ലാത്ത കളിപ്പാട്ടങ്ങളുണ്ടായി, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായി കേട്ടോ. ഈ കൊറോണ ഇങ്ങനത്തെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടാവുക. അവർക്ക് ഈ പള്ളിപ്പെരുന്നാളും അമ്പലവും ഒക്കെയല്ലേ അവരുടെ മെയിൻ കച്ചവടങ്ങൾ. അതൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ. ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വിറ്റ് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും. നോക്കിക്കേ എന്തോരം കളിപ്പാട്ടങ്ങളായിരുന്നു എന്നറിയോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയും ഇന്നത്തെ പള്ളിപ്പെരുന്നാളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ വീണ്ടും പറയുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.